എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? എടുത്ത് മാറടാ അങ്ങോട്ട്. ഞാൻ വേറൊരു ആക്സിഡന്റ് പുറത്തോട്ട് വന്നു. ശരി, ഞാൻ വിളിക്കാം. മാറടാ നീയൊക്കെ. എന്താ ഏയ് ഹലോ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഇനിയിപ്പോ എന്ത് ചെയ്യും? നിന്റെ പുറകെ ആരോ ഉണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലേ പൃഥ്വി. അത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നീ ഒറ്റ കൊടുത്തതുപോലെയാ അവൻ ആരോ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അല്ല, ഞാൻ കോടികളുടെ ഡ്രഗ്സും വിശ്വസ്തനായ എന്റെ ഒരു ആളെയുമാ ഇപ്പൊ നഷ്ടമായിരിക്കുന്നത്. എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല പൃഥ്വി. ഇതിനെല്ലാം നീ മറുപടി പറഞ്ഞേ തീരൂ. ഞാൻ എന്ത് ചെയ്യാനാ സാർ? എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു തന്നേ പറ്റൂ. നിനക്ക് 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരിച്ചു കിട്ടണം. അല്ല, ഞാൻ 24 മണിക്കൂർ. അല്ലെങ്കിൽ നിനക്ക് പ്രിയപ്പെട്ടത് പലതും നിനക്ക് നഷ്ടമാവും. സാർ പ്ലീസ്, ഞാൻ പറയുന്നു സാർ. നീ ആരാണെന്നും എന്താണെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. മേനോനെ കുറിച്ചുള്ള വിവരങ്ങൾ തരാതെ നീ ഇനി പുറലോകം കാണുമെന്ന് കരുതണ്ട. പറയടാ, ആരാടാ നിന്റെയൊക്കെ ഈ മേനോൻ? അയാളുടെ യഥാർത്ഥ പേരെന്താ? എനിക്കറിയില്ല. ഒരു തലമുറയെ നശിപ്പിക്കാനുള്ള വിഷം ഇതിൽ നിറയെ. ഇത് വിൽക്കുന്ന മേനോനെയും അവന്റെ ആൾക്കാരെയും ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കും. മേനോൻ ആരാണെന്ന് ആർക്കും അറിയില്ല. ആളെ അറിയുന്ന രീതിയിൽ വരാറുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശ്രമമെല്ലാം വെറുതെ ആവുകയേ ഉള്ളൂ. നിനക്കെല്ലാം അറിയാന്നും മേനോന്റെ എല്ലാ ഡീലിലും നീ ഇൻവോൾവ് ആണെന്നും ഞങ്ങൾക്കറിയാം. പിന്നെ എന്നോടെന്തിനാ ചോദിക്കുന്നേ? നീ മര്യാദയ്ക്ക് സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ രീതിയൊക്കെ അങ്ങ് മാറും. നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഒരു വിവരവും കിട്ടാൻ പോകുന്നില്ല. തർക്കുത്തരം പറയുന്നോടാ. സഞ്ജയ് തന്ന റിപ്പോർട്ട് തന്നെയാണ് ആ ഫയലിലുള്ളത്.